ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ചൈനയിലെ അസാധാരണ നയതന്ത്രം. ഇന്ത്യയും റഷ്യയും ചൈനയും അടങ്ങുന്ന ഷാങ്ഹായ് കൗൺസിലിൽ ഇന്ത്യൻ നയതന്ത്ര വിജയം. ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ നിലപാടിന് ഷാങ്ഹായ് കൗൺസിൽ അംഗീകാരം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാനെതിരെ ആമുഖ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകി. ഭീകരവാദം പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണി. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ടിയാൻജിനിലെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മാനുഷികതയ്ക്കെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ നടന്നതെന്ന് പറഞ്ഞ മോദി, പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുന്നുവെന്ന് വിമർശിച്ചു. टेररिज्म का बहुत ही घिनौना रूप देकर यह हमला केवल भारत की अंतरात्मा पर ही आघात नहीं. പഹൽഗാം ഭീകരാക്രമണത്തെ ടിയാൻജിൻ പ്രഖ്യാപനം അപലപിച്ചു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിലെ ഇരട്ടത്താപ്പ് സ്വീകാര്യമല്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു ടിയാൻജിൻ പ്രഖ്യാപനം. അമേരിക്കയുടെ തീരുവയുദ്ധത്തിനിടെ ഏകപക്ഷീയമായ നടപടികളെ ശക്തമായി എതിർക്കുന്നുവെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രഖ്യാപനത്തിലുണ്ട്. 24 ഡൽഹി. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റഷ്യയുമായി ഇന്ത്യക്ക് ദീർഘകാല ബന്ധമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും കൂടിക്കാഴ്ചയിൽ മോദി ആവശ്യപ്പെട്ടു. ഇന്ത്യ റഷ്യ ബന്ധം ആഴത്തിലുള്ളതാണ് എന്ന് വ്ളാദിമിർ പുടിൻ പറഞ്ഞു. ബൽറാം നെടുങ്ങാടിയും വിവരങ്ങൾ നൽകും. ഡൽഹിയിൽ നിന്ന് ബൽറാം, ലോകമാകെ ഉറ്റുനോക്കിയതാണ് ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഇത്തവണ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി, അതിന് മുന്നോടിയായി, അതിനുശേഷമൊക്കെ നടന്ന നയതന്ത്ര ചർച്ചകളും അതിപ്രധാനമാണ്. മോദി പുടിൻ കൂടിക്കാഴ്ചയിൽ രൂപപ്പെട്ട പുതിയ ധാരണകൾ എന്തൊക്കെയാണ് അതിനുശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ ചൈനയിൽ നിന്ന്? വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു ഉച്ചകോടിയായിരുന്നു ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ഇത്തവണത്തേത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്നുള്ളത് US-ന്റെ തീരുവ യുദ്ധം തന്നെയാണ്. ചൈന, റഷ്യ, ഇന്ത്യ എന്നീ 3 രാജ്യങ്ങൾ തമ്മിൽ പുതിയൊരു ചേരി രൂപപ്പെടുന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഈ ഒരു ഉച്ചകോടിക്കിടെയുണ്ടായ പല കൂടിക്കാഴ്ചകൾ, ഔപചാരികവും അനൗപചാരികവുമായ ചർച്ചകൾ എന്നിവ നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ സംഘർഷം ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യം ഇന്ത്യ ഉന്നയിക്കുമെന്ന വ്യക്തമായ സൂചനകൾ പുറത്തു വന്നിരുന്നു. യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് നിരന്തരമായി ചർച്ച ചെയ്തു വരികയാണെന്നും സമാധാനത്തിനായി അടുത്തിടെ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും ഇന്ത്യ സ്വാഗതം ചെയ്യുന്നുവെന്നും പ്രധാനമന്ത്രി ഈ കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. 2 കക്ഷികളും ക്രിയാത്മകമായി മുന്നോട്ടു പോകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുവെന്നും എത്രയും വേഗം സംഘർഷം അവസാനിപ്പിച്ച് ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം കാണാമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യക്ക് ഉള്ളത് എന്നുമാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ സമാധാനത്തിനു വേണ്ടി ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളെ വ്ളാഡിമിർ പുടിൻ അഭിനന്ദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അടുത്തിടെയുണ്ടായ ചർച്ചകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകളും മോദി പുടിൻ കൂടിക്കാഴ്ചയുമായി ഉണ്ടായി. അല്പസമയത്തിനകം തന്നെ ഈ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തിറക്കും. അതിൽ എന്തെല്ലാം മറ്റ് നിർണായകമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. വിജയകുമാർ. ഏതാണ്ട് 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മോദി അടുത്ത സുഹൃത്താണ് എന്ന് പുടിൻ പറഞ്ഞു. പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് വേണ്ടിയും കാത്തിരിക്കുകയാണ് എന്ന് നരേന്ദ്രമോദി മറുപടി പറഞ്ഞു. ഒരു സംയുക്ത പ്രസ്താവന, ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു പ്രസ്താവന ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ പ്രഹരത്തിനിടെ അമേരിക്കയ്ക്ക് വ്യക്തമായ സന്ദേശം നൽകി ഇന്ത്യ, ചൈന, റഷ്യ സൗഹൃദം.
ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ച നടത്തി. പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം നരേന്ദ്രമോദി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. ഉഭയകക്ഷി ചർച്ചകൾക്കായി നരേന്ദ്രമോദിയും വ്ളാദിമിർ പുടിനും ഒരേ കാറിലാണ് യാത്ര തിരിച്ചത്. ഏഷ്യയിലെ വൻശക്തികൾ തമ്മിൽ പുതിയ സൗഹൃദം രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ ടിയാൻജിനിൽ കണ്ടത്. ഉച്ചകോടി വേദിയിൽ പ്രധാനമന്ത്രി മോദി എത്തിയത് വ്ളാഡിമിർ പുടിനൊപ്പം. ഫോട്ടോ സെഷന് മുമ്പായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വ ചർച്ച നടത്തി. പുടിനെ കാണുന്നത് എപ്പോഴും ആഹ്ലാദകരമെന്നും ഷീ ജിൻപിങ്ങുമായും പുടിനുമായും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചെന്നും നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. പുടിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രവും പ്രധാനമന്ത്രി പങ്കുവച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഉഭയകക്ഷി ചർച്ചകൾക്കായി മോദിയും പുടിനും യാത്ര തിരിച്ചത് ഒരേ കാറിൽ. പുടിനുമായുള്ള സംഭാഷണങ്ങൾ എല്ലായ്പ്പോഴും ഉൾക്കാഴ്ചകൾ നൽകുന്നതാണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു. 24 ഡൽഹി. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 600-ലധികമാണ് മരണം. 1500-ലധികം ആളുകൾക്ക് പരിക്കേറ്റുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നങ്കർഹർ പ്രവിശ്യയിലെ ജലാലാബാദിനടുത്ത് 8 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. വലിയ നാശനഷ്ടം ഉണ്ടായേക്കുമെന്ന് US ജിയോളജിക്കൽ സർവേ അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന് ശേഷം 13 തുടർചലനങ്ങൾ ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ചില ഗ്രാമങ്ങൾ പൂർണ്ണമായും നശിച്ചു. കുനാർ പ്രവിശ്യയിലെ നൂർഗാൽ, സാവ്കി, മനോഗി തുടങ്ങിയ മേഖലകളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. പരുക്കേറ്റവരെ വ്യോമകരമാർഗങ്ങളിലൂടെ മാറ്റുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്ത്യയിലും പാകിസ്ഥാനിലും ഭൂചലനത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. 2023 പടിഞ്ഞാറൻ അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനത്തിൽ 4000-ലധികം പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് താലിബാൻ ഭരണകൂടം അറിയിച്ചത്. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ കൂട്ടിയിടിയുടെ ഫലമായാണ് മേഖലയിൽ നിരന്തര ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ബീഹാറിൽ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം ശക്തി പ്രകടനമാക്കാൻ ഇന്ത്യ സഖ്യം. പ്രതിപക്ഷ നേതാക്കൾ അണിനിരക്കുന്ന പദയാത്ര തുടങ്ങി. അംബേദ്കർ പാർക്കിൽ നടക്കുന്ന മഹാറാലിയിൽ 10,000-ങ്ങൾ പങ്കെടുക്കും. വോട്ടുകൊള്ള മുദ്രാവാക്യമുയർത്തി 16 ദിവസമായി നടത്തുന്ന യാത്രയാണ് ഇന്ന് അവസാനിക്കുന്നത്. കടന്നുപോയ 25 ജില്ലകളിലെ 110 നിയമസഭാ മണ്ഡലങ്ങളിലും കിട്ടിയത് വലിയ ജനപങ്കാളിത്തം. യാത്രയിലുടനീളം കണ്ട ആൾക്കൂട്ടം യാത്രയുടെ വിജയമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന വോട്ടധികാർ യാത്ര ഒരു ചരിത്ര വിജയം തന്നെ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ബീഹാർ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് സാഹചര്യത്തിലും ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് വോട്ടധികാർ യാത്രയ്ക്ക് ലഭിച്ചിരിക്കുന്ന വൻപിച്ച ജനപിന്തുണ. ഭിന്നിച്ചു നിന്ന ഇന്ത്യ സഖ്യത്തെ ഒന്നിപ്പിക്കാനായതാണ് യാത്രയുടെ മറ്റൊരു നേട്ടം. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും ഇന്ത്യ സഖ്യം നേതാക്കളെയും രംഗത്തിറക്കി നടത്തിയ പ്രചാരണം ഗുണം ചെയ്തെന്നും പ്രതിപക്ഷ ക്യാമ്പ് കണക്ക് കൂട്ടുന്നു. ബീഹാറിൽ ഇത് വലിയ തോതിൽ രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര BJP ഭരണകൂടത്തിൻ്റെ ഒരു ഉപകരണമായി ഇലക്ഷൻ കമ്മീഷൻ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള വലിയ വിമർശനം ഇന്ത്യ വേദി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പെരുമാറ്റം മുഴുവൻ സംശയാസ്പദമാണ്. ബീഹാറിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നത്. ബീഹാറിനെ ഇളക്കിമറിച്ച് നടത്തിയ പ്രചാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റം സൃഷ്ടിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രതീക്ഷ. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട് അജ്ഞാത വാഹനമിടിച്ച് വലതു കൈയറ്റ അധ്യാപിക മരിച്ചു. കോളേജ് പ്രൊഫസർ ആൻസിയാണ് മരിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും. പാലക്കാട്ടുനിന്ന് ശ്രീജിത്ത്, എപ്പോഴായിരുന്നു ഈ അപകടം? ഇത് ഏത് വാഹനമാണ് ഇങ്ങനെ ഈ ഒരു ദാരുണ സംഭവത്തിൽ ഏത് അപകടമാണ് അതിന് കാരണമായത്? ഇപ്പോൾ ഈ വാഹനം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ ശ്രീജിത്ത് കരുതേണ്ടത്? വാളയാർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയായിരുന്നു ദാരുണമായ ആ സംഭവം നടന്നത്. ഈ കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള സർവീസ് റോഡിലേക്കാണ് ഇടിച്ചു തെറിച്ച ഈ ആൻസി എന്ന യുവതി. ചക്കാന്തര സ്വദേശിയാണ് ഇവർ. കോളേജിലെ കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ പ്രൊഫസറാണ്. അവിടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടറിൽ പോവുകയായിരുന്നു. ഈ സമയത്താണ് ഇടിച്ചു തെറിപ്പിക്കുന്നതും തെറിച്ചു വീണ ഉടൻ തന്നെ കൈ അറ്റുപോവുകയായിരുന്നു. എന്തായാലും നാട്ടുകാർ ഇത് കണ്ടു. ഉടൻ തന്നെ ആംബുലൻസുകാർ ഇടപെട്ടു. പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ പാലക്കാട്ടെ പാലന ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ പ്രാഥമിക ശുശ്രൂഷ നൽകി പെട്ടെന്ന് തന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകും വഴി വാളയാറിൽ വെച്ച്
വീണ്ടും ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വാഹനം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. വിപിൻ ചക്കാന്തര സ്വദേശിയായ വിപിന്റെ ഭാര്യയാണ് ആൻസി. അല്ല ശ്രീത്ത്, ഇതിൽ CCTV ദൃശ്യങ്ങളോ ഒന്നും ലഭ്യമായിട്ടില്ലേ ഈ വാഹനം കണ്ടുപിടിക്കാൻ? ഈ മേഖലയിൽ CCTV ഇല്ല എന്നതാണ് പോലീസിനെ ഏറെ കുഴക്കുന്നത്. പക്ഷേ തൊട്ടപ്പുറത്തെ മേഖലകളിലെ CCTV പോലീസ് പരിശോധിച്ച് വരികയാണ്. ഈ വാഹനം എന്തായാലും ഇപ്പോൾ വാളയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇടിയുടെ ആഘാതത്തിൽ ഈ വാഹനത്തിന്റെ മുൻഭാഗമൊക്കെ തകർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ പ്രദേശത്ത് പോയിരുന്നു. ആ പ്രദേശത്ത് രക്തക്കറകളും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ പൊട്ടിയതിന്റെ പാടുകളും ഒക്കെ തന്നെ ഉണ്ട്. എന്തായാലും സർവീസ് റോഡ് നേരെ തൊട്ട് താഴെയാണ്, അതായത് ദേശീയപാതയുടെ തൊട്ട് താഴെയാണ് സർവീസ് റോഡ്. ആ സർവീസ് റോഡിലേക്ക് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീഴുകയായിരുന്നു. ഈ സ്കൂട്ടറും ആ മേഖലയിൽ തന്നെയാണ് കിടന്നിരുന്നത്. എന്തായാലും ഈ വാഹനം കണ്ടെത്താൻ, ഇടിച്ച വാഹനം കണ്ടെത്താൻ, ഇടിച്ചു എന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിക്കുന്നുണ്ട്. ഇടിച്ച വാഹനം കണ്ടെത്താനുള്ള CCTV ദൃശ്യങ്ങളെല്ലാം നോക്കിയുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. വിജയകുമാർ. യെസ്, വളരെ ദാരുണമായ ഒരു സംഭവമാണ്. അജ്ഞാത വാഹനം ഇടിച്ച് വലതു കൈ അറ്റ കോളേജ് അധ്യാപിക അല്പസമയം മുമ്പ് മരിച്ചു. ആൻസിയാണ് മരിച്ചത്. കോയമ്പത്തൂരിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോകും വഴി ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഈ വാഹനം കണ്ടുപിടിക്കാനൊക്കെയുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം തേടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിലെ യുവതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. വിശദമായ പരിശോധന നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ എന്താണ്? വിജയകുമാർ, ഇതുവരെയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് പരാതി ലഭിച്ചിട്ടില്ല. തേർഡ് പാർട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അവ്യക്തമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തേക്കറിയാൻ വഴിയായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം തേടാൻ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരിൽ ചിലർ ആ പെൺകുട്ടിയെ അറിയാമെന്നും അവരെ കണ്ടിരുന്നുവെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ അവരിൽ നിന്നടക്കം വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ പരാതി തുറന്ന് അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാതിരിക്കാനോ ആരെങ്കിലും സാമ്പത്തിക സമ്മർദ്ദമടക്കം നടത്തിയോ എന്നുള്ള കാര്യത്തിലും പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി ഉടൻ മാധ്യമപ്രവർത്തകരിൽ ചിലരെ, അതായത് ഈ വിവരം അറിയാം എന്ന ക്രൈംബ്രാഞ്ചിന് ഉറപ്പുള്ള ചിലരെ നോട്ടീസ് നൽകി അവരുടെ മൊഴി രേഖപ്പെടുത്തുക അടക്കമാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്ന കാര്യം. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചതിന് പിന്നാലെ പ്രതിനിധികളെ അയക്കുമെന്ന NSS. വിഷയത്തിൽ നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് NSSനെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ വ്യക്തമാക്കി. പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ ലഭിച്ച ആത്മവിശ്വാസത്തിലാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ദേവസ്വം ബോർഡിന്റെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും സമുദായ സംഘടനകളുടെ പിന്തുണയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആത്മവിശ്വാസം. വിശ്വാസങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് NSS പ്രതിനിധി അയക്കാൻ തീരുമാനിച്ചത്. പരിപാടിയുമായി സഹകരിക്കണമോ എന്ന കാര്യത്തിൽ UDF-ൽ രണ്ടഭിപ്രായമാണ്. ഭൂരിപക്ഷ വർഗീയത മുതൽക്കൂട്ടാനാണ് CPM ശ്രമമെന്ന് അടൂർ പ്രകാശ്. ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ മുതൽക്കൂട്ടാം എന്ന് ശ്രമിച്ചുകൊണ്ട് അവർ മുമ്പോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല ഏറ്റെടുത്തിരിക്കുന്നത്. BJPയും CPM-ഉം തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അവർ ഇതൊക്കെ ആവിഷ്കരിക്കുകയാണ്. നല്ല കാര്യമാണെങ്കിൽ എതിർക്കേണ്ടതില്ലെന്നാണ് ലീഗ് നിലപാട്. നമുക്ക് അതന്നെ, നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയണ്ടല്ലോ. നല്ല കാര്യം ആണെങ്കിൽ ഗവൺമെന്റ് ആണെന്ന് വിചാരിച്ച് നമ്മൾ വേണ്ടാന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ആചാരലംഘനത്തിന് പ്രായശ്ചിത്തമായാണ് സർക്കാർ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് VSDP കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ച ഒരു പ്രായശ്ചിത്തമാണല്ലോ. അയ്യപ്പനിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ കാണും. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന്റെ വ്യവസ്ഥകളോടെയാണ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. പങ്കെടുക്കുന്നവർ ശബരിമല വെർച്വൽ ക്യൂ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത 3 വർഷത്തിനിടെ കുറഞ്ഞത് 2 പ്രാവശ്യം ദർശനം നടത്തിയിരിക്കണം. 500 വിദേശ പ്രതിനിധികൾക്കും ക്ഷണമുണ്ട്. സമുദായ സംഘടനകൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും ക്ഷണിക്കും. സംഗമ ദിവസം മാസപൂജയ്ക്കെത്തുന്ന സാധാരണ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്ത് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ്. ശബരിമലയുടെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് സംഗമം. രാഷ്ട്രീയം കലർത്തുന്നതിനെ അംഗീകരിക്കുന്നില്ല. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ നിലപാടിനെയും പിന്തുണയ്ക്കുമെന്നും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് വ്യക്തമാക്കി. സർക്കാർ
എടുത്തിട്ടുള്ള തീരുമാനം ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ശബരിമലയുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഉയർച്ചയും വളർച്ചയും അനിവാര്യമാണ്. അത് അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനെ സർവാത്മന ശിവഗിരിമഠം സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ ലക്ഷ്യമോ അല്ലെങ്കിൽ മറ്റു ലക്ഷ്യങ്ങളോ ആ പ്രവർത്തനത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് യോജിക്കുവാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വിയോജിപ്പിൻ്റെ മാർഗത്തിലൂടെ ശിവഗിരിമഠം കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യം ഇതാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ പേരെന്താണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ലഹരി കിട്ടാത്തതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം. ബ്ലേഡ് ഉപയോഗിച്ച് തടവുകാരൻ ജിതിൻ കയ്യിൽ മുറിവേൽപ്പിച്ചു. ഇയാളെ പിന്നീട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ഇയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റോ? ഏതൊക്കെ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ളയാളാണ് ഈ തടവുകാരൻ? എന്താണ് വിവരങ്ങൾ? വിജയകുമാർ, ഇന്നലെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ സംഭവം ഉണ്ടായത്. 10ാം ബ്ലോക്കിലെ തടവുകാരനാണ് ജിതിൻ. ആ ഗുണ്ട ആക്ട് പ്രകാരം ആ ജയിലിലടച്ച തടവുകാരനാണ്. ഇയാൾ ഇന്നലെ ഈ സെല്ലിനകത്ത് വെച്ചാണ് ഈ പരാക്രമം നടത്തിയത്. ഈ സെല്ലിൻ്റെ ആ കമ്പിയിൽ ശക്തമായി തലയിടിക്കുകയും അതോടൊപ്പം ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. അതിനെ തുടർന്ന് ജയിൽ അധികൃതർ ഇയാളെ പരിയാരം മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചു. സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. ദേഹത്തും അതോടൊപ്പം തന്നെ തലയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. അവിടെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നൽകി പിന്നീട് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ഇയാൾ ഇത് തുടരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഇയാളെ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇന്ന് രാവിലെ മാറ്റിയിട്ടുള്ളത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ജയിൽ അധികൃതർ പറയുന്നത് ഇയാൾ ഗുണ്ട ആക്ട് പ്രകാരം ജയിലടച്ചതാണ്. അതോടൊപ്പം തന്നെ ഇയാൾ ലഹരിക്കടിമയായിരുന്നു. ജയിലിലേക്ക് കൊണ്ടുവരുമ്പോൾ ലഹരിക്കടിമയായിരുന്നു. അങ്ങനെ ഈ ലഹരി മരുന്ന് കിട്ടാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇയാൾ ജയിലിനകത്ത് കാണിച്ചു തുടങ്ങി. ഇതിനു മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ സ്വയം പരിക്കേൽപ്പിക്കുകയും തലയൊക്കെ ശക്തമായി ഇടിക്കുകയും അങ്ങനെ ഒരു സാരമായി തന്നെ പരിക്കേൽക്കുന്ന രീതിയിൽ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് പെട്ടെന്ന് തന്നെ പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് ഇയാളെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. സംസ്ഥാനത്ത് 3 ദിവസത്തിനിടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞും മലപ്പുറം സ്വദേശിനിയായ 52-കാരിയുമാണ് മരിച്ചത്. ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ 24നോട് പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവേ ഗുരുതരാവസ്ഥയിലായ ഓമശ്ശേരി സ്വദേശി അബൂബക്കർ സിദ്ദിഖിന്റെ 3 മാസം പ്രായമായ മകൻ മരിച്ചത്. കഴിഞ്ഞ 28 ദിവസമായി കുഞ്ഞ് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്നു. കുട്ടിയുടെ ആരോഗ്യനില ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഗുരുതരമായിരുന്നുവെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. കുട്ടി വരുന്നപ്പോൾ തന്നെ അബോധാവസ്ഥയിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്. അതേ ദിവസം തന്നെ വെന്റിലേറ്ററിലും പീഡിയാട്രിക് ICUവിലാണ്. അതിൽ പീഡിയാട്രിക് ICUവിൽ എല്ലാവിധ സജ്ജീകരണങ്ങളുള്ള ICU ആണ്. ബ്രെയിനിൻ്റെ പ്രവർത്തനം തീരെ ഇല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെയാണ് വെന്റിലേറ്ററിൽ നമ്മൾ ആക്കേണ്ടി വന്നത്. ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയും പ്ലേറ്റ്ലെറ്റ് കൗണ്ടും വളരെ കുറവുള്ള ഒരവസ്ഥയിൽ ഇൻറ്റൻസീവായിട്ടുള്ള കൊടുക്കാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും നോക്കിയിരുന്നത്. ശനിയാഴ്ചയാണ് മലപ്പുറം വേങ്ങര കണ്ണമംഗലം സ്വദേശിനി റംല മരിച്ചത്. 52 വയസ്സായിരുന്നു. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 2 പേഷ്യൻസ് വളരെ ബാഡാണ്. ഓൾറെഡി പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസുള്ള പേഷ്യൻസാണ്. ഒരാൾക്ക് ലിവർ ഭയങ്കര പ്രശ്നമാണ്. അതിൽ തന്നെ ഒരു മാലിഗ്നൻസി പോലെയൊക്കെ സസ്പെക്ട് ചെയ്യുന്നുണ്ട്. മറ്റേ പേഷ്യൻ്റ് വീണ് ഫ്രാക്ചർ CSF റൈനോറിയുള്ള പേഷ്യൻസാണ്. അപ്പോൾ അവർ 2 പേരും വെന്റിലേറ്ററിലാണ്. സാധ്യമാകുന്ന ഏറ്റവും മികച്ച ചികിത്സയാണ് രോഗികൾക്ക് നൽകി വരുന്നതെന്ന് വിദഗ്ധ സംഘം അറിയിച്ചു. 24 കോഴിക്കോട്.
സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചു. ഇന്ന് മുതൽ വിതരണം നിർത്തിവെക്കുന്നതായി വിതരണക്കാരുടെ സംഘടന അറിയിച്ചു. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ഓഗസ്റ്റ് മാസത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസുമായി വിതരണക്കാർ ചർച്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓഗസ്റ്റ് 31 മുൻപ് കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം നിർത്തിവെക്കാൻ വിതരണക്കാരുടെ സംഘടന തീരുമാനിച്ചത്. 21 ഗവൺമെൻറ് കാത്ത് ലാബിൽ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് അറിയിച്ചിരുന്നു. അപ്പം ഓഗസ്റ്റ് മാസം നമുക്ക് പേയ്മെൻറ്റ് ക്ലിയർ ചെയ്യുമെന്നായിരുന്നു നമുക്ക് കിട്ടിയ ഉറപ്പ്. അപ്പം ഓഗസ്റ്റ് 30 വരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സ്ട്രൈക്കിലേക്ക് പോകാതിരിക്കാൻ വേറെ ഓപ്ഷനില്ല. കാരണം നമുക്ക് സ്റ്റോക്കുകളില്ല. കാരണം നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാത്തതുകൊണ്ട് പാരൻറ്റ് കമ്പനി നമുക്ക് സ്റ്റോക്ക് തരുന്നില്ല. അങ്ങനെ പല സ്ഥലത്തും കറക്റ്റായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയും പേയ്മെൻറ്റ് ഡിലേ ആയി കഴിഞ്ഞാൽ സെപ്റ്റംബർ 1 മുതൽ നമ്മൾ കേരളത്തിൽ 21 ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ കാത്ത് ലാബ്സിൽ നമ്മൾ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ. നിലവിൽ 158 കോടിയോളം രൂപയാണ് വിതരണക്കാർക്ക് സർക്കാർ നൽകാനുള്ളത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ വിതരണം നിലച്ചാൽ സർക്കാരിന് കീഴിലെ 21 ആരോഗ്യ കേന്ദ്രങ്ങളെയാണ് ഇത് ഗുരുതരമായി ബാധിക്കുക. പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിലാകും. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴി വിദഗ്ധ സമിതി രേഖപ്പെടുത്തും. ബുധനാഴ്ച മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ ഹാജരാകാൻ സുമയ്യയ്ക്ക് നിർദ്ദേശം നൽകി. ആരോഗ്യവകുപ്പ് ഡയറക്ടറും ഇതിൽ പങ്കെടുക്കും. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയക്കിടെയാണ് ഗൈഡ് വയർ കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതിക്ക് മുന്നിൽ ഹാജരാകാനാണ് പരാതിക്കാരിക്ക് നിർദ്ദേശം നൽകിയത്. ബുധനാഴ്ച രാവിലെ 10:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്താനാണ് അറിയിപ്പ്. ഇതുവരെയുള്ള എല്ലാ ചികിത്സാരേഖകളും ഹാജരാക്കണം. ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിദഗ്ധ സമിതി സുമയ്യയുടെ മൊഴിയെടുക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ ചികിത്സാ പിഴവ് വ്യക്തമാക്കുന്ന കണ്ടെത്തലുകളില്ല. തുടർന്നാണ് വീണ്ടും പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. സംഭവത്തിൽ ആരോപണ വിധേയനായ ഡോക്ടർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് കൈമാറിയേക്കും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ അനധികൃത മരം മുറിക്കൽ. അപകടകരമായ ചില്ലകൾ വെട്ടിയൊതുക്കണമെന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവിന്റെ മറവിലാണ് മരങ്ങൾ മുറിച്ചു കടത്തിയത്. മരം മുറിച്ചു കടത്തിയതിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. DTPC അധികൃതർ നൽകുന്ന മറുപടികളിൽ പൊരുത്തക്കേടുണ്ട്. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്കിനു സമീപത്താണ് വ്യാപക മരമുറി നടന്നിരിക്കുന്നത്. അക്കേഷ്യ ഉൾപ്പെടെ ചെറുതും വലുതുമായ 30ഓളം മരങ്ങൾ മുറിച്ചു കടത്തി. മരക്കുറ്റുകൾ കത്തിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ജൂൺ മാസം മുതലാണ് മരം മുറി ആരംഭിച്ചത്. മരം മുറിക്കാൻ ടെൻഡർ ക്ഷണിച്ചിട്ടില്ലെന്നും 10 മുതൽ 15 ലോഡ് വരെ മരങ്ങൾ ആക്കുളത്ത് നിന്ന് കൊണ്ടുപോയതായും പ്രദേശവാസികൾ 24നോട് പറഞ്ഞു. ഏകദേശം ഒരു 10-12 ലോഡുകൾ തന്നെ അക്കേഷ്യ പോലുള്ള വലിയ വലിയ മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു മാറ്റപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. മരം മുറിയുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകുന്ന വിശദീകരണങ്ങളിൽ വലിയ പൊരുത്തക്കേട്. അപകടകരമായ മരങ്ങൾ മുറിക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടെന്ന് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് മാനേജർ ദീപ കെ വാസിന്റെ വിശദീകരണം. കഴിഞ്ഞ ആഴ്ച മരം വീണപ്പോഴും ഒരു മരം ഷെഡിന്റെ പുറത്തൂടെ വീണു. അപ്പോൾ അങ്ങനെ വന്ന മരങ്ങൾ നമ്മൾ ഈ പറയുന്ന കളക്ടറെ കൊടുത്ത് കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മുറിച്ചിരിക്കുന്നത്. മരങ്ങൾ മുറിച്ചിട്ടില്ല. അപകടകരമായ രീതിയിൽ നിന്ന് ശിഖരങ്ങൾ മാത്രമാണ് മുറിച്ചതെന്ന് DTPC സെക്രട്ടറി സതീഷ് മിറാൻഡ. കാറ്റത്തും മഴയത്തും താഴെ വീണ് കുറെ കാലമായിട്ട് കിടന്നത് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് മാറ്റി. ബാക്കി ശിഖരങ്ങളൊക്കെ നമ്മൾ ട്രിം ചെയ്തു. ആക്കുളത്തെ മരമുറിയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ വ്യക്തമാണ്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ അടിയന്തര ശ്രദ്ധയിലേക്കാണ് ഈ വിഷയം എത്തിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. കേരളത്തിൽ ആണവ നിലയത്തിന് സാധ്യതയില്ലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. 200 കൊല്ലത്തേക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ തോറിയം കേരളത്തിലുണ്ട്. തോറിയം നിലയങ്ങൾക്കുള്ള സാധ്യത ചർച്ച ചെയ്യപ്പെടണമെന്നും K കൃഷ്ണൻകുട്ടി പറഞ്ഞു. ആണവ നിലയം വരാനുള്ള സാധ്യതയെക്കുറിച്ചില്ല, പക്ഷെ തോറിയത്തിൻ്റെ നിലയത്തിന് സാധ്യതയുണ്ട്. അതിൽ പരിസ്ഥിതിക്ക് കുഴപ്പങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. ആണവ നിലയത്തിൽ വേസ്റ്റ് ഡംപ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. കണ്ടെയ്നറിൽ ഭൂമിൻ്റെ അടിയിൽ താഴ്ത്തിയിട്ടിട്ടാണ് ആണവ നിലയം സൂക്ഷിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല, വേസ്റ്റേ വരില്ല.
അതാണ് ഇതിൻ്റെ തോറിയത്തിൻ്റെ പ്രത്യേകത. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക്. ലീഗ്സ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ലിയോണൽ മെസ്സിയുടെ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തിയ ടീം ഏതാണ്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ യുവതിയുടെ മരണം കൊലപാതകമെന്ന ആരോപണവുമായി ബന്ധുക്കൾ. ആൺസുഹൃത്താണ് മരണത്തിന് പിന്നിലെന്നും ഇയാൾ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിച്ചു. ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അത്തോളി സ്വദേശിനി ആയിഷ റഷിയെ ഞായറാഴ്ച രാത്രിയാണ് എരഞ്ഞിപ്പാലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിം ട്രെയിനറായ ആൺസുഹൃത്ത് ബഷീറുദ്ദീനൊപ്പമാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്. കണ്ണാടിക്കൽ സ്വദേശിയായ ആൺസുഹൃത്ത് തന്നെയാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. മംഗലാപുരത്ത് ഫിസിയോതെറാപ്പി വിദ്യാർത്ഥിയായ യുവതി 4 ദിവസം മുമ്പ് കോഴിക്കോട്ടെത്തിയിരുന്നെങ്കിലും വീട്ടിലേക്ക് പോകാതെ യുവാവിനൊപ്പം കഴിയുകയായിരുന്നു. ആയിഷ റഷ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കൾ. ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടായിരിക്കണം, മാനഹാനി കൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചതോ അതല്ലെങ്കിൽ ഇവൻ തന്നെ അത് ഈ കുട്ടി പുറത്ത് പറയുമെന്നൊരു തോന്നൽ കൊണ്ട് ഇവളെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. കാരണം പിന്നെ ഇവൻ പറയുന്ന തെളിവുകളൊന്നും നമുക്ക് വിശ്വസനീയമല്ല. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. സംഭവത്തിൽ പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. സാങ്കേതിക സർവകലാശാലയിലെ ശമ്പള പ്രതിസന്ധി ഒഴിയുകയാണ്. ഇന്ന് ചേർന്ന ഫിനാൻസ് കമ്മിറ്റി ബജറ്റിന് ശുപാർശ ചെയ്തതോടെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നത്. നാളത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ ബജറ്റ് പാസ്സാക്കും. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർവകലാശാല കടന്നു പോകുന്നത്. ആ വിഷയത്തിൽ അടിയന്തര ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും കോടതിയുടെ നിർദ്ദേശം കൂടി ഇതിനുണ്ടായിരുന്നു. എന്തായാലും കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ പ്രതിനിധികളടക്കമുള്ള ഫിനാൻസ് കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തത്. കഴിഞ്ഞ 2 തവണ ഇത്തരത്തിൽ വൈസ് ചാൻസലർ യോഗം വിളിച്ചപ്പോഴും സർക്കാർ പ്രതിനിധികളടക്കമുള്ളവർ പങ്കെടുത്തിരുന്നില്ല. ഇതിനെ തുടർന്ന് കോറം തികയാതെ യോഗം പിരിയുന്ന സാഹചര്യമുണ്ടായി. 14 പേർ ഉള്ള യോഗത്തിൽ 9 പേർ ഇന്ന് യോഗത്തിൽ പങ്കെടുത്തു. 14 പേരാണ് കമ്മിറ്റി അംഗങ്ങൾ. 5 പേരെങ്കിലും പങ്കെടുത്താൽ കോറം തികയുമായിരുന്നു. പക്ഷേ അങ്ങനെ 5 പേർ പോലും പങ്കെടുക്കാത്ത സാഹചര്യമായിരുന്നു കഴിഞ്ഞ 2 തവണയും ഉണ്ടായത്. എന്തായാലും ഇന്ന് 9 പേർ പങ്കെടുത്തു. സർക്കാർ പ്രതിനിധികൾ ഓൺലൈനായിട്ടാണ് യോഗത്തിൽ പങ്കെടുത്തത്. ഇന്ന് ബജറ്റിന് വേണ്ടിയുള്ള ശുപാർശകൾ ഫിനാൻസ് കമ്മിറ്റി അംഗീകരിച്ചു. നാളെ ആണ് സിൻഡിക്കേറ്റ് യോഗം. സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ബജറ്റ് അംഗീകരിക്കുക കൂടി ചെയ്താൽ സ്വാഭാവികമായി പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. നിലവിൽ ജീവനക്കാർക്ക് ശമ്പളം ലഭിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. പെൻഷൻകാർക്ക് 3 മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് ഓണക്കാലം കൂടിയാണ്. ഓണത്തിന് മുൻപ് ഈ ശമ്പളവും മറ്റ് കുടിശ്ശികയും കൊടുത്തു തീർക്കാനാണ് ഇപ്പോൾ തീരുമാനം. വിജയകുമാർ. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഓണാഘോഷത്തിനിടെ കോഴിക്കോട് കളക്ടറേറ്റിൽ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമമെന്ന് പരാതി. കേസ് സെക്ഷനിലെ ഉന്നത ഉദ്യോഗസ്ഥനെതിരെയാണ് ആരോപണം. സംഭവത്തിൽ ഡെപ്യൂട്ടി കളക്ടർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ADM-ന് സമർപ്പിക്കും. വ്യാഴാഴ്ച നടന്ന ഓണാഘോഷ പരിപാടിക്കിടെ ജീവനക്കാരിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായെന്നാണ് പരാതി. കലക്ടർ കൂടി പങ്കെടുത്ത പരിപാടിക്കിടെയായിരുന്നു സംഭവം. കെ സെക്ഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ജീവനക്കാരിയോട് മോശമായി പെരുമാറുകയായിരുന്നു. സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു അതിക്രമം. യുവതി ADM-ന് പരാതി നൽകി. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഡെപ്യൂട്ടി കലക്ടർക്കാണ് അന്വേഷണ ചുമതല. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. അതേസമയം പരാതി ഒതുക്കി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഉദ്യോഗസ്ഥൻ ജീവനക്കാരിയോട് മാപ്പ് പറഞ്ഞു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന ആഭ്യന്തര സമിതിയുടെ പരിഗണനയിലാണ് പരാതിയെന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികരിക്കാമെന്നും ADM വ്യക്തമാക്കി. 24 കോഴിക്കോട്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ 1-ന് ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇന്ന് സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് സുപ്രീം കോടതി ഈ നിർദ്ദേശം നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ തിരുത്തലുകൾക്ക് അവസരം നൽകാം എന്ന് കമ്മീഷനും അറിയിച്ചു. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇക്കാര്യത്തിൽ ഉത്തരവുകൾ ഇറക്കിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോടതി. തിരുത്തലുകൾക്ക് അവസരമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ എന്ന് കമ്മീഷനും അറിയിച്ചു. എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ നടന്ന മറ്റ് വാദങ്ങൾ?
വിജയകുമാർ, ഈ ബീഹാർ വോട്ടർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ ഇന്ന് സമയം അവസാനിക്കാനിരിക്കെയായിരുന്നു ഹർജിക്കാർ കോടതിയെ സമീപിക്കുന്നതും കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചതും. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾക്കിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സെപ്റ്റംബർ 1 ശേഷം, അതായത് ഇന്ന് കഴിഞ്ഞും ഈ പരാതികളും എതിർപ്പുകളും എല്ലാം സ്വീകരിക്കാൻ അവസരമുണ്ട് എന്നൊരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ച അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ട് ഈ സെപ്റ്റംബർ 1 ശേഷവും എതിർപ്പുകളും പരാതികളുമെല്ലാം കമ്മീഷനെ അറിയിക്കാനുള്ള അവസരമുണ്ട് എന്ന് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെ ഈ തിരുത്തലുകൾക്ക് ഒരു അവസരമുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത് ഈ വോട്ടർമാർക്ക് പല കാര്യങ്ങളെ കുറിച്ചും ധാരണയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന ഒരു ആശങ്ക പങ്കുവയ്ക്കുകയുണ്ടായി. അവിടെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതായത് പാരാലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതിന് ബീഹാർ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ ജില്ലാ തലത്തിലുമുള്ള ഈ ലീഗൽ സർവീസ് അതോറിറ്റിയോടും പാരാ ലീഗൽ വോളണ്ടിയർമാരെ നിയോഗിക്കണം. ആ പാരാ ലീഗൽ വോളണ്ടിയർമാർ വോട്ടർമാരെയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളെയും ഇക്കാര്യത്തിൽ സഹായിക്കണം. ഏതെങ്കിലും വോട്ടർമാർക്ക് എതിർപ്പുകളോ തിരുത്തലുകളോ അവരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിൽ കൃത്യമായി ഈ വോളണ്ടിയർമാർ അവരെ സഹായിക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ കാര്യത്തിൽ ഒരു ഉത്തരവിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പിന്നീട് സെപ്റ്റംബർ 8 ഈ ഹർജികൾ വീണ്ടും പരിഗണിക്കുക. വിജയകുമാർ. രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ നിസ്സഹകരണമാണോ എന്നൊരു സംശയമാണ് കോടതി ഇന്ന് ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വോട്ടർമാരെ രാഷ്ട്രീയ പാർട്ടികൾ സഹായിക്കാത്തതെന്ന് കോടതി ചോദിച്ചു. അതിനാണ് ഈ ലീഗൽ സർവീസസ് അതോറിറ്റി പോലെയുള്ള ഏജൻസികളുടെ സേവനം ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഇപ്പോൾ സർക്കാരിനോട് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് കോടതി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിന് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകില്ല. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ആവശ്യം നിരാകരിച്ചത്. വിദേശത്ത് നടക്കുന്ന അവാർഡ് ഷോയിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്തുകൊണ്ടാണ് സൗബിൻ ഷാഹിറിന് വിദേശത്ത് ഒരു ഷോയിൽ പങ്കെടുക്കാൻ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകണ്ട, തൽക്കാലം പോകണ്ട എന്ന് കോടതി പറയാനിടയ സാഹചര്യം? വിജയകുമാർ, മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയുടെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസിലെ പ്രതിയാണ് സൗബിൻ ഷാഹിർ. കേസന്വേഷണം നടക്കുകയാണ്. സൗബിനെ നേരത്തെ ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ആ ജാമ്യ വ്യവസ്ഥയിലെ പ്രധാന ഇളവ് വിദേശത്ത് പോകരുതെന്നാണ്. എന്നാൽ സെപ്റ്റംബർ 6 മുതൽ 8 വരെ ദുബായിൽ നടക്കുന്ന ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കാൻ തന്നെ അനുവദിക്കണം, അതിന് ജാമ്യത്തിൽ ഇളവ് വേണമെന്നാണ് സൗബിൻ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രതിഭാഗം, പരാതിക്കാരൻ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളൊക്കെ ദുബായിലുണ്ട്. അതുകൊണ്ട് സൗബിൻ ഇവരെ കണ്ട് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിലവിൽ സൗബിന് വിദേശത്തേക്ക് പോകാൻ ഇളവ് നൽകരുത് എന്നാണ് പരാതിക്കാരന്റെ വാദം. അത് ഇപ്പോൾ വിചാരണ കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. സൗബിൻ തൽക്കാലം വിദേശത്ത് പോകണ്ട എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നടപടിയിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇവിടെ ഉണ്ട്. വിജയകുമാർ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിലാദ്യമായി പവന് 77,000 രൂപ കടന്നു. പവന് 680 രൂപ കൂടി 77,640 രൂപയും ഗ്രാമിന് 85 രൂപ കൂടി 9,705 രൂപയുമാണ് ഇന്നത്തെ വില. 10% പണിക്കൂലിയിൽ ഒരു പവൻ ആഭരണമായി വാങ്ങാൻ 87,000 രൂപയിലധികം നൽകണം. ആഗോള അനിശ്ചിതത്വങ്ങളും തീരുവ യുദ്ധവുമാണ് സ്വർണ്ണവില കത്തിക്കയറാൻ കാരണമായത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പവന് കൂടിയത് 4,440 രൂപയാണ്. പവന് 73,200 രൂപയായിരുന്നു കഴിഞ്ഞ മാസത്തെ വില. നോക്കാം കായിക വാർത്തകൾ. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ഇന്ത്യക്ക് ഇന്ന് 2ാം മത്സരം. വൈകിട്ട് 5:30 നടക്കുന്ന മത്സരത്തിൽ കരുത്തരായ ഇറാനാണ് എതിരാളികൾ. ഖാലിദ് ജമീൽ യുഗത്തിൽ ജയത്തോടെ തുടങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ ആതിഥേയരായ തജിക്കിസ്ഥാനെതിരെ 1-2 ഗോളിനായിരുന്നു നീലപ്പടയുടെ ജയം. പിഴവുകളും പോരായ്മകളും ഏറെയുണ്ടെങ്കിലും ദീർഘനാളിന് ശേഷമുള്ള ജയം ഇന്ത്യൻ ഫുട്ബോളിന് നൽകുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല. 2ാം മത്സരത്തിൽ ഏഷ്യൻ ജയൻസായ ഇറാനെ നേരിടാനിറങ്ങുമ്പോൾ ഖാലിദ് ജമീലിന്റെ മനസ്സിലുണ്ടാവുക വൻ തോൽവി ഒഴിവാക്കണമെന്നായിരിക്കും. കാരണം കണക്കുകളിലും കരുത്തിലുമെല്ലാം ബഹുദൂരം പിന്നിലാണ് ഇന്ത്യ.
ഫിഫ റാങ്കിങ്ങിൽ ഇറാന് 20ാം സ്ഥാനമെങ്കിൽ ഇന്ത്യ 133ാം സ്ഥാനത്താണ്. നേർക്കുനേർ പോരാട്ടത്തിലും ഇറാന് മൃഗീയ ആധിപത്യമുണ്ട്. ഏറ്റുമുട്ടിയ 10-ൽ 8-ലും ജയം. ഇന്ത്യ ജയിച്ചതാകട്ടെ ആദ്യമായി മുഖാമുഖമെത്തിയ 1951-ൽ. അടുത്ത വർഷത്തെ ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഇറാനെ സംബന്ധിച്ചിടത്തോളം പരിശീലനത്തിനുള്ള അവസരമാണ് ടൂർണമെന്റ്. അതേസമയം ഇറാനെ സമനിലയിലെങ്കിലും പിടിച്ചുകെട്ടാനായാൽ ഇന്ത്യക്ക് മുന്നോട്ടുള്ള ചുവടുവയ്പ്പിന് വലിയ കരുത്തു പകരും. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്.